church was built in 1934 by the then parish priest, Reverend Father Rene Fuga. വെറും 13 വയസ്സ് വരെ മാത്രം ജീവിച്ച രക്തസാക്ഷിയായ ഒരു പെൺകുട്ടി ലോകം മുഴുവനും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു അത്ഭുതം തന്നെയാണ് സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്ന പേരിനൊപ്പം സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രൽ എന്ന് എഴുതി ചേർക്കപ്പെട്ടത്. വെൽക്കം ടു DK ടു വേൾഡ് TV. ഞാൻ നിങ്ങളുടെ സ്വന്തം DK. കർണാടകയിലൂടെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മൈസൂരിലുള്ള സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ അല്ലെങ്കിൽ സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലാണ്. സെൻറ്റ് ഫിലോമിനയെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ AD 291 ഗ്രീസിലൊരു ചെറിയൊരു സംസ്ഥാനത്ത് പ്രകാശത്തിൻ്റെ മകൾ എന്നർത്ഥം വരുന്ന ഫിലുലുമിനി എന്ന പേരുള്ള ഒരു കുട്ടി ജനിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ കഠിനമായ ദൈവവിശ്വാസിയായി വളർന്നു വന്ന ഈ കുട്ടി പിന്നീട് 13-ാമത്തെ വയസ്സിൽ തങ്ങളുടെ രാജ്യത്തിനെ റോമിലെ ചക്രവർത്തി ഡയോക്ലേഷ്യസ് ആക്രമിക്കാൻ വരുന്നു എന്നറിഞ്ഞ് കുട്ടിയും മാതാപിതാക്കളും രാജാവിനെ നേരിട്ട് കാണാൻ അവിടെ എത്തിച്ചേർന്നു. അവിടെ വെച്ച് കുട്ടിയെ കണ്ട രാജാവ് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടും. ഗത്യന്തരമില്ലാതെ മാതാപിതാക്കൾ വിവാഹത്തിന് സമ്മതിക്കുന്നു. പക്ഷേ താൻ ദൈവത്തിൻ്റെ മകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഈ കുട്ടിക്ക് അവിടം തുടങ്ങി കഠിനമായ ക്രൂര പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ അവസാനം കുട്ടി മനസ്സ് മാറില്ല എന്നറിഞ്ഞ രാജാവ് നങ്കുരമിടാൻ ഉപയോഗിക്കുന്ന ആങ്കർ ശരീരത്തിൽ ബന്ധിപ്പിച്ച് വെള്ളത്തിൽ മുക്കുന്നു. തുടർന്ന് അമ്പുകൾ ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതേ സമയത്ത് മാലാഖമാർ ഈ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എത്തിക്കുന്നു. ഇത് കണ്ട് കോപം സഹിക്കാൻ കഴിയാത്ത രാജാവ് കുട്ടിയെ ശിരച്ഛേദനം നടത്തുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1802 മെയ് 24 റോമിൽ വെച്ച് ഒരു ശവകുടീരത്തിൽ സെൻറ്റ് ഫിലോമിനയുടെ ഭൗതിക തിരുശേഷിപ്പ് ലഭിക്കുന്നു. പീസ് ബി ടു യു എന്നർത്ഥം വരുന്ന ലാറ്റിൻ ഭാഷയിൽ എഴുതിയ 3 ടൈലുകളും ചോരക്കരപ്പുരണ്ട അമ്പുകളും ഈ തിരുശേഷിപ്പിൻ്റെ കൂടെ ലഭിച്ചു. അങ്ങനെ ലഭിച്ച ഈ തിരുശേഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് കാണുന്ന നമ്മുടെ ഈ ചർച്ചിൽ പ്രത്യേക സംവിധാനങ്ങളിലൂടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ചർച്ചിൻ്റെ ചിത്രവിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചിത്രീകരണത്തിന് വേണ്ടി അവസാനം വരെ എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് നൽകിയ ഈ ചർച്ചിലെ പ്രധാന പുരോഹിതനായ ഫാദർ സ്റ്റാനിക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരും. There are no words to say thank you, Father. Thank you very much. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ ചാനൽ പുതിയതായി ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. I am Father Stanley Almeida, the parish priest of St. Joseph's Cathedral, which is also popularly known as St. Philomena's Church. It is one of the second largest and biggest church in Asia. And this beautiful monument, this was built in 1934. It was built by Most Reverend Dr. Rene Fuga, the then bishop of the Cathedral Parish. He was the first parish priest over here, residential parish priest. And he built this beautiful church, this monument, which is 178 feet tall, and which is beautifully the architecture, the ambience, as well as which can be seen the tallest in this vicinity is this church. The historical church, this one has got its own importance because of its architecture, history, as well as lot of miracles and the favors received by Saint Philomena. Coming down to this particular church, before this church building, there was one earlier church which was existing, which was dedicated in the name of Saint Joseph. That's why we have this name
both St. Joseph's Cathedral and St. Philomena's Church. As a cathedral, this earlier church which was built in the name of St. Joseph, which means it was 1833 by the support of then Maharaja, the Nalvadi Krishnaraj Wadayar. Historically talking about this church, which is attracting the tourists in this region as well as across the world, this popular church came into existence because the priest, that is René Fuga, was fond of Saint Philomena, and he was more loving Saint Philomena because he was able to receive lots of favors from Saint Philomena. Thereby, before this big church coming up, there were two small oratories. The first oratory, which was dedicated to Saint Philomena, the other one was for little flower of Saint Teresa. These two great saints, their oratories were kept. And this architecture was also given by Father Looney, who has drawn this entire architecture in his hand. That's the beauty of this church. Coming down to this church, when we look into the church from across Mysore city, you can find it so easily because of its towering tall two towers in front and also other side two towers. This has got a capacity of more than 1,000 people sitting very comfortably, and we will be really surprised to see this beautiful church, which has got the lower berth as well as upper berth. The upper berth where it is not used for the worship, but then structurally it has been built as a first tier and second tier. And in the first tier above in the balcony, we have a beautiful pipe organ which was played by the great renowned musicians. Apart from this beautiful church is known for its stone structure. Such a beautiful, magnanimous, big church has been built architecturally such a beautifully because of the height and the risk of this building such a big towering structures. And coming down to the ground store, we have a catacomb where Saint Philomena relic has been kept. The bone part of Saint Philomena has been preserved and kept. Historically, this church has got very much importance because the priest was also teaching the kings, had a very good friendship with the kings, and then through the favors of the king that he was able to complete this huge church, which is standing as one of the icon for the tourists as well as people who come here admiring this beautiful church. That this relic which came in two boxes, one was through the favor of Mr. Tambuchetti, who was the Diwan, the only Christian and the Catholic Diwan who was in the time of Nalvadi Krishnaraj Wadayar. Because of his sincerity and commitment, the king liked him and loved him so much, and thereby the missionaries were also made in friendship with the princely state and the kings. Thereby, these two icons, the palace as well as this beautiful church, the historical church, both of them have extraordinary attraction in the Mysore city. When we look into her in her very young age, she falls in love with God. She also comes from a royal family, a small place in Greece, and thereby historically when we look into how her martyrdom has taken place, the Diocletian, the then anti-Christian who wanted to marry her, she despises it, and she also refuses it because she loves God so much and she calls God as her spouse. Dedicated so much to God's love,
and thereby her total life was dedicated to God. And when she was martyred, she was only a small 13-year teenager, yet her profound faith to God was so much, thereby she could receive so many favors. Now coming to the missionaries, the MEP, who came to Mysore diocese for their missionary work, and they established this diocese. This particular church has a worship all around all the days, and especially the morning worship starts at 5 o'clock. We have 5 o'clock the beginning of the prayer, and 5:30 the first mass in Tamil, and 6:15 in Kannada, and 7 o'clock and in English. Especially on Sundays, we have mass at 5 o'clock, 6 o'clock, 7 o'clock, 8 o'clock, 9 o'clock, and also special masses, and every day 6 o'clock mass in Kannada. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം വിട വാങ്ങുകയാണ്. പോകാം നമുക്കൊരുമിച്ച്. ഞാനുള്ള സ്വന്തം DK.